ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ചിക്കൻ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മസാല. അതിന് വേണ്ടിയിട്ട് 3/4 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് അല്ല, എല്ലോടുകൂടി തന്നെ കേട്ടോ. അത് കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ബോൺലെസ് ആണെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ഞാൻ എല്ലോടുകൂടി ഇട്ടേക്കുന്നത്. പിന്നെ 2 സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ഇടത്തരം കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു 6 വലുതും ചെറുതുമായിട്ട് ഒരു 6 പിരിയമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകവും 1 ടീസ്പൂൺ പെരുംജീരകവും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി. നമുക്ക് ആദ്യമേ ഈ മസാല ഒന്ന് വറുത്തേ ഒന്ന് ചൂടാക്കിയെടുക്കാം. അടുപ്പ് കത്തിക്കാം. ഭയങ്കരമായിട്ടങ്ങ് മൊരിഞ്ഞ് വറുത്തൊന്നും പോവേണ്ട. ചെറിയൊരു ഒരു മണം വരത്തില്ലേ നമുക്ക് മൂക്കിൽ, ഇത് മൂത്തേൻ്റെ, അത് ആ രീതിയിൽ വറുത്തെടുക്കാം. നമ്മുടെ മസാലയുടെ മണം വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ചിക്കൻ ഈ മസാലയില്ലേ, ഇത് നല്ല മണം വന്നു തുടങ്ങി. ഞാനിത് നിർത്തുവേ, ഗ്യാസ് ഓഫാക്കുക. ഇതൊന്ന് തണുക്കട്ടെ, നമ്മുടെ ഈ മസാല ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഗ്യാസ് കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. മതി. വേണ്ടേ, 1 ടേബിൾ സ്പൂൺ എണ്ണയുള്ളേ. ഈ പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ഒരുപാടുള്ള കണക്ക് തോന്നും. ഈ എണ്ണ ചൂടായിട്ട് നമ്മൾ എണ്ണ ചൂടായിട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് ഈ എടുത്ത് വെച്ചേക്കുന്ന ചിക്കനില്ലേ, ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നല്ല മിക്സ് ചെയ്യാം. ഇത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ തീ ഇട്ടിട്ടുണ്ട്, കുറച്ചിട്ടില്ല. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. ഈ വെള്ളം ഒഴിക്കണ്ട, ഇതിൻ്റെ വെള്ളം തന്നെ ഇത് വന്നോളൂ. ഇനി തീ കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇനി നമുക്ക് തീ കുറച്ച് സിമ്മിലിട്ട് കൊടുക്കാം. അത്രയും കുറയ്ക്കണ്ട, സിമ്മിൽ വേണ്ട, അതിന് തൊട്ടുമേലേ മീഡിയത്തിനും താഴെ ഇങ്ങനെ കിടക്കട്ടെ. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ ഈ മസാല തണുത്തിട്ടുണ്ടേ, നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാൻ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. നമ്മുടെ മസാല പൊടിച്ചിട്ടുണ്ടേ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക്
ഈ സ്റ്റൗ കത്തിക്കാം. ഈ അടുപ്പ് കത്തിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് മാറ്റേ, തീ കുറച്ച് കൊടുക്കാം. ഇനി ഇത് ഈ പാത്രം ഇരിക്കട്ടെ, തീ കൂട്ടിയിട്ട് കൊടുക്കാം. പാത്രം ചൂടാകട്ടെ. നമുക്കിതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ സവാളയല്ല, എണ്ണ നല്ല ചൂടായി. ഇതിനകത്ത് 2 സവാള ഇതിനകത്ത് കൊടുക്കാം. നല്ല കൊച്ചു കുരുരാന്നരിഞ്ഞ സവാള. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടും, കാര്യം ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞതല്ലേ. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നത് പോലെയല്ല ഇത്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എന്തിൻ്റെയും കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടത്. നല്ല അത്ര വലിയ ഗ്രേവി വരത്തില്ല, എന്നാൽ സെമിയായിട്ട് ഗ്രേവി ഉണ്ടാക്കിയത്. തിക്ക് ഗ്രേവിയിലേ ആക്കാം, കറക്റ്റ് എടുക്കാം നമ്മൾ ഗ്രേവിക്കനുസരിച്ച്. അങ്ങ് ഭയങ്കര ലൂസായിട്ടുള്ള ഗ്രേവി ഇതിന് പറ്റില്ലേ. ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കേ. ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്നുള്ളേ. ഇങ്ങനെ കിടന്ന് വേവട്ടെ. ചെറിയ തീയില ഇട്ട് കൊടുക്കാമല്ലേ, ചിക്കൻ വേവണ്ടേ. നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയൊക്കെ പച്ച മണം ഒന്ന് മാറണം, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയും സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയ സ്പൂണിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ചിക്കൻ നോക്കേ. ഒരു 5-6 മിനിറ്റ് ആയേ. ചെറിയ തീ തന്നെയാണേ കിടക്കുന്നത്. ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കേ. ഇതിൻ്റെ നല്ല പച്ചമണം മാറി നല്ല വെന്ത് വരണം തക്കാളി. ഇനി നമുക്ക് ഇച്ചിരി തീ കൂട്ടിയിട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് നമ്മുടെ ചിക്കനിനകത്തോട്ട് ചിക്കൻ വെന്തോന്ന് നോക്കട്ടെ ആദ്യമേ.
ചിക്കനൊക്കെ വന്നിട്ടുണ്ടേ. ഇനി കിടക്കണമല്ലോ, കുറച്ച് നേരം കൂടെ കിടക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെള്ളത്തിട്ടേക്കുന്ന കിഴങ്ങില്ലേ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടല്ലേ. ഇത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഒന്ന് വഴന്നു വരണം നല്ല. നമ്മുടെ സവാളയും തക്കാളി അരച്ചില്ലേ എല്ലാം നല്ല വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കേ. ഞാൻ തീ കൂട്ടി കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. വേണ്ട, കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പച്ചമുളകിൻ്റെ ഒന്ന് വാടിക്കോട്ടെ, ചെറുതായിട്ടൊരു വാട്ടം മതിയേ. ഈ കുറച്ച് ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല മിക്സ് ചെയ്യേ. എന്നിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തിളയ്ക്കണ്ടേ ഇത്. എല്ലാം തിളയ്ക്കട്ടെ. നമ്മുടെ ചിക്കൻ നോക്കാം. എല്ലാം കിഴങ്ങും എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഞാൻ ഒരു 1.5 ക്യാപ്സിക്കം അരിഞ്ഞതേ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 ഇടത്തരം സവാള അരിഞ്ഞത് അത് ഇതിനകത്തിട്ട് കൊടുക്കേ. ഇതിലോട്ട് ഈ ക്യാപ്സിക്കം ഇല്ലേ അതും ഇട്ട് കൊടുക്കാം. ഇതിൽ ഇപ്പം ഉപ്പ് ചിക്കന് വേണ്ടി കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ പച്ചക്കറിക്കും ക്യാപ്സിക്കം കിഴങ്ങിനും വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ പൊടിച്ചോണ്ട് വന്ന മസാലയില്ലേ അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കേ. ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നല്ല മിക്സ് ചെയ്യാം. ഇനിയിപ്പം ഇത് അടച്ചിടണ്ടേ, കവർ ചെയ്ത് കൊടുക്കണ്ട. നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഇതുവരെ ഒരേ ചെറിയ തീ കിടന്ന ഇത് വെന്തിട്ടുള്ളതേ, അതുകൊണ്ട് നല്ല വെന്ത്. എന്നാൽ കിഴങ്ങും വെന്തിട്ടുണ്ട് കണ്ടോ, ഇപ്പോൾ പൊടിഞ്ഞു പോകത്തില്ല, ആ രീതിയിലാണ് വേവിച്ചേക്കുന്നേ. നമ്മൾ
കറിയുടെ ചാറ് നോക്കേ. ഇനി ഇതിലോട്ട് നമ്മൾ ഈ പൊടിച്ച മസാലയില്ലേ അതിട്ട് കൊടുക്കേ. ഇത് കുറയ്ക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കസൂരി മെത്തി ഇട്ട് കൊടുക്കേ. ഈ കസൂരി മെത്തി നല്ല ഒരു പ്രത്യേക ഒരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ട്. മിക്ക കറികൾക്ക് ഇടുന്നത് ഇതുപോലൊക്കെയുള്ള കറികൾക്ക് ഇടുന്നതിന്. ഇതൊന്ന് നല്ല മിക്സ് ചെയ്യാം. നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കേ. ഇനി ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇത് ഇങ്ങോട്ട് തട്ടാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമുക്കിത് ഈ ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചൂടുവെള്ളം തിളപ്പിച്ചാർച്ച് വെച്ചിട്ട് ഈ വെള്ളമില്ലേ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേ. മതി. ഇതെല്ലാം നല്ല മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കാര്യം ക്യാപ്സിക്കം അധികം വേവണ്ട, ഈ സവാള അരിഞ്ഞിട്ടേക്കുന്ന അധികം വേവണ്ട. പിന്നെ ഇതെല്ലാത്തിൻ്റെയും കൂടി ഒന്നൊന്ന് ഇതായിക്കോട്ടെ. എന്നിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇച്ചിരി തീ കൂട്ടിയിട്ട് കൊടുക്കേ. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമുക്കിതൊന്ന് തുറക്കാം. ഇപ്പോൾ 1 മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളായിരുന്നേ. ഇതിനകത്ത് 1 ടീസ്പൂൺ മസാല ഇട്ട് കൊടുക്കേ. ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒരു 1.5 ടീസ്പൂൺ. ഇത് ചെറിയ സ്പൂണേ. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. തീ കൂട്ടി കൊടുക്കണ്ട. ഈ സെയിം തീ തന്നെ, ചെറിയ തീ തന്നെ ഇരുന്നാൽ മതി. നമ്മുടെ കറി നോക്കേ. എൻ്റെ പൊന്നോ, എന്തോ ഒരു മണമെന്നറിയാവോ. ഇതെങ്ങും നിൽക്കാൻ പറ്റുന്നില്ല. പെര മൊത്തം ഇതിൻ്റെ മണമാണ്. റൂമിനകത്തൊന്നും ഇപ്പം അങ്ങോട്ടൊന്നും പോകാൻ വയ്യ. എല്ലാം നല്ല മണം. നല്ല സൂപ്പർ കറിയാണ്. കണ്ടില്ലേ, ആ കിഴങ്ങൊന്നും ഉടഞ്ഞിട്ടില്ല. നമ്മളെ ക്യാപ്സിക്കം ഒക്കെ വാടിയതേ ഉള്ളൂ. ചിക്കൻ നല്ലതുപോലെ വെന്ത്, കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത്, ഒന്നും കുഴഞ്ഞു പോയിട്ടില്ലേ. അപ്പം ഇതിനകത്ത് ഇനി ഒരു പണിയും കൂടെ ഉള്ളു. കുറച്ച് നല്ല ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ.
ഇതൊന്ന് അടച്ചൊന്നും ഇടണ്ട, ഞാൻ നല്ലയിലൊന്ന് മിക്സ് ചെയ്യാം. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എന്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും പോകുമേ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ചിട്ടേക്കാണ്. ഇപ്പം ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കേ. പണി കഴിഞ്ഞു. അപ്പം നല്ല അടിപൊളി ചിക്കൻ മസാലയാണ്. ഇതുപോലൊന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പ് നോക്കിയിട്ടില്ലേ. ഓ, നല്ല സൂപ്പർ ടേസ്റ്റി. പക്ക ആവശ്യത്തിനിട്ട് അടിപൊളി മസാല, അടിപൊളി ചിക്കൻ മസാല. ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.